നമ്മൾ നോക്കണേ മിറേഴ്സാണ് കേട്ടോ. നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലൈറ്റിലെ മിററും ലെൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ പക്ഷേ മിററാണ് നോക്കണം. മിറർ പഠിച്ചിട്ടാണ് ലെൻസ് പഠിക്കേണ്ടത്. ഓക്കെ, അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, മിറർ, മിററിൻ്റെ മലയാളം എന്തെന്നാ? ദർപ്പണം. ഓക്കെ, ദർപ്പണം എന്നാണ് മലയാളം. അപ്പോൾ ദർപ്പണമാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്താണൊരു ദർപ്പണം അല്ലെ മിറർ എന്ന് പറഞ്ഞാൽ? പ്രകാശത്തെ നമ്മളൊരു ലൈറ്റ് വരികയെന്ന് വിചാരിക്കുക. ഇങ്ങനെ ലൈറ്റ് വരികയാണ്. ഈ ലൈറ്റ് ഇവിടെ തട്ടിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ, പ്രതിഫലിക്കുക. ഓക്കെ, ഒരു ലൈറ്റ് വന്ന് തട്ടിയിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്രമമായി ഇങ്ങനെ ക്രമമായിട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ദർപ്പണം. ഓക്കെ, അപ്പോൾ അതായത് പ്രകാശത്തിനെ എന്ത് ചെയ്യണം? ക്രമമായി പ്രതിഫലിപ്പിക്കണം. മറന്നു പോരുത്. അതാണ് നമ്മുടെ ദർപ്പണം. ഓക്കെ, അങ്ങനെ പ്രതിഫലിപ്പിക്കുന്ന സാധനമാണ് ദർപ്പണം. ക്രമമായിരിക്കണം. അത് കാരണമാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റുന്നത്. ക്രമം അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രതിബിംബം കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു വെള്ളത്തിൽ നോക്കുകയാണ്, വെള്ളത്തിൽ നല്ല ക്രമമായിട്ടാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ മുഖം ആ വെള്ളത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിയിൽ നല്ല വൃത്തിയായിട്ടാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ, ക്രമമായിട്ടാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു ദർപ്പണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രമമായിട്ട് അത് എന്ത് ചെയ്യണം? അതിനെ പ്രതിഫലിപ്പിക്കണം. അതായത് ലൈറ്റിനെ ക്രമമായിട്ട് പ്രതിഫലിപ്പിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ക്രമമായിട്ട് പ്രതിഫലിക്കണം. ഇനി നമുക്ക് ഒരു ദർപ്പണമുണ്ട്, സമതല ദർപ്പണം. ഓക്കെ, സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കണ്ണാടിയില്ലേ, പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്, നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ വേറൊരു പേരാണ് സമതല ദർപ്പണം. ഓക്കെ, അപ്പോൾ പ്രകാശത്തിനെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ദർപ്പണം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ. അപ്പോൾ നിങ്ങളിത് മറന്നു പോകണ്ട, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി. ഓക്കെ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ് നമ്മുടെ സമതല ദർപ്പണം. അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ പോയിന്റ്. ഇനി അതുപോലെ തന്നെ ഈ പ്ലെയിൻ മിറർ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ സ്ഥലമാണ് കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പ് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു സാധനമാണത്. കാലിഡോസ്കോപ്പ് ഈ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ കാലിഡോസ്കോപ്പ്. അപ്പോൾ ആ കാലിഡോസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മുഖം നോക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാടി ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തെഴുതുക? പ്ലെയിൻ മിറർ അല്ലെങ്കിൽ എന്താ? സമതല ദർപ്പണം. ഓക്കെ, സമതല ദർപ്പണം. പ്രകാശത്തിനെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെ നമ്മൾ ദർപ്പണം എന്ന് പറയുന്നു. അതിലെ നമ്മൾ മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് പ്ലെയിൻ മിറർ. അതുപോലെ തന്നെ കാലിഡോസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാടിയും ഏത് തന്നെയാണ്? പ്ലെയിൻ മിറർ തന്നെയാണ്. പിന്നെ അതുപോലെ ഇനി അടുത്തൊരു സാധനമാണ് പെരിസ്കോപ്പ്. ഓക്കെ, അപ്പോൾ പെരിസ്കോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയും ഏത് തന്നെയാണ്? സമതല ദർപ്പണം തന്നെയാണ്. അപ്പം 3 കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 മുഖം നോക്കാൻ യൂസ് ചെയ്യും, 2 കാലിഡോസ്കോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, 3 പെരിസ്കോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അപ്പോൾ കിട്ടിയോ? അപ്പോൾ പ്രകാശത്തിനെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദർപ്പണം. ഇനി നമ്മൾ ആദ്യമായി പഠിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? മുഖം നോക്കാൻ. സമതല ദർപ്പണത്തിന് ഇംഗ്ലീഷ് പേര് നിങ്ങൾ ഓർത്തിരിക്കുക, പ്ലെയിൻ മിറർ. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി, അതുപോലെ തന്നെ നമ്മുടെ കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സമതല ദർപ്പണമാണ്. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചേ. പറഞ്ഞു എന്തൊരു പ്രാവശ്യം? പിന്നെ
ഇനി ഇത് പ്രതലം സമതലമായിരിക്കും കേട്ടോ. പ്രതലം സമതലമായതാണ് സമതല ദർപ്പണം. അപ്പം അതിൻ്റെ പ്രതലം ഉണ്ടല്ലോ, ആ പ്രതലം സമതലമായിരിക്കും. സമതലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കാരണമാണ് നമ്മളതിനെ സമതല ദർപ്പണം എന്ന് പേരിട്ട് വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക്